പ്രൈസ് ലോർഡ്. വേംപ്രദേശിക്കുന്ന നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ദൈവങ്ങളോട് ഷെയർ ചെയ്യേണ്ട ഹൃദയത്തിൽ കർത്താവ് തന്ന ഒരു വചനം സങ്കീർത്തനം 34:18. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് താഴ്ന്നവരെ അവൻ രക്ഷിക്കുന്നു. അല്ലെ, ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മളെല്ലാം ഓടിച്ച് അങ്ങ് വായിച്ചു വിടും. പക്ഷെ ഹൃദയ നുറുക്കത്തോടെ ഇരിക്കുന്ന, ഭാരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു വചനം പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആശ്വാസം, അല്ലെ, അതൊരു വലിയ ബലം തന്നെയാണ്. കാരണം ഹൃദയം നുറുക്കം എന്ന് പറഞ്ഞത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ക്യൂറാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത് ദൈവ സാന്നിധ്യ കൃപയുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ പറ്റുള്ളൂ. അല്ലെ, കാരണം വ്യക്തമായി അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, അങ്ങനെ അവസ്ഥയെ കൂടെ കടന്നു പോകുന്നവർക്ക് ഞാൻ സമീപസ്ഥനാ, എന്റെ മക്കളോട് കൂടെ ഞാൻ ഇരുന്ന് സഹായിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. അല്ലെ, കാരണം ദൈവത്തെ വിളിക്കുകയും ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്ത് നമ്മുടെ പല ഹൃദയ നുറുക്കങ്ങളും നമുക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സഹപ്രവർത്തകരോട്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചക്കാരോട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ പേരൻസിനോട് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതും, പക്ഷെ അതുപോലെ തന്നെ അതേസമയം സ്മൈലിംഗ് ഫേസോടെ, ചിരിച്ച മുഖത്തോടെ തന്നെ നമ്മൾ ആയിരിക്കേണ്ട ചില അവസ്ഥകൾ കടന്നു വരുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു, നമുക്കത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സങ്കടത്തിൽ കൂടി നമ്മളത് കടന്നു പോകും. അല്ലെ, അങ്ങനെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ ദൈവമക്കളെ, കർത്താവ് നമ്മളെ കൂടെ നിന്ന് സഹായിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെ പറയുകയാണെങ്കിൽ നമ്മുടെ മോശയപ്പച്ചനെ എടുക്കാം. അല്ലെ, കർത്താവിന്റെ വിളി കേട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി മോശയെ വിളിച്ചിറക്കി. അല്ലെ, ലാസ്റ്റ് എന്ത് സംഭവിച്ചു? പലവിധമായ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കൂടി കടന്നുപോയപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉറക്കം, അല്ലെ, അത് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള വ്യക്തി ജീവിതം കൊണ്ട് പറയാൻ പറ്റത്തില്ല, ദൈവത്തോട് പരാതി പറയാൻ പറ്റത്തില്ല. ആ രീതിയിലൊക്കെ മോശയപ്പച്ചൻ കടന്നുപോയെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്ന് അദ്ദേഹത്തെ വഴി നടത്തി. അല്ലെ, എൻഡിങ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ അനുഗ്രഹത്തോടെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തീരുവാൻ തൊക്കണം ഇടയായി തീർന്നുവെങ്കിൽ ദൈവമക്കളെ, അതേ ദൈവത്തെ തന്നെയാ നമ്മളും വിളിക്കുന്നത്. വിശ്വസ്തനായ ദൈവത്തെ തന്നെയാ നമ്മൾ വിളിക്കുന്നത്. നമ്മളെ ജീവിത അവസാനം വരെ കാത്തു പരിപാലിക്കാം, കരങ്ങളിൽ താങ്ങാമെന്ന് വാക്കുവന്ന ദൈവത്തെ തന്നെയാ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഹൃദയ നുറുക്കം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആർക്കും നമുക്ക് ഷെയർ ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയെ കൂടിയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മുടെ ഹൃദയ നുറുക്കം ദൈവസന്നിധിയിൽ നിന്ന് പകരുവാൻ തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും. വിശ്വസ്തനായ ദൈവത്തെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ഒരിക്കലും നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു പിതാവല്ല നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ നേരോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ വലിയ അനുഗ്രഹമായി കർത്താവ് നമ്മളെ മാനിക്കും, അനുഗ്രഹിക്കും. ഇന്ന് പലരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് ഞാനും നിങ്ങളുമെങ്കിൽ അതിന്റെ ഉത്തരമായി നമ്മുടെ പിതാവ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ആരും നമ്മളെ ചോദ്യം ചെയ്യാത്ത അളവുക്ക്, നമ്മളെ നിന്ദിക്കാത്ത അളവുക്ക് വലിയൊരു മിറാക്കിൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും.